ഹേ പീപ്പിൾ, ഇന്ന് നമ്മൾ വൈറലായിട്ടുള്ള ഇറാനി ടീയും ബൺ മസ്കിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് അൺസോൾട്ടഡ് ബട്ടർ എടുക്കുക, ക്യാപ്പിൻ്റെ 3/4 വാനില എസൻസ് എടുക്കുക, ബട്ടറായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഷുഗർ എത്ര ആവശ്യം എന്നുള്ളതിനനുസരിച്ച് എടുക്കാം. പിന്നെ അതിൻ്റെ ഫില്ലിംഗ് നമുക്ക് അതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബണ്ണ് നമ്മൾ ഓൾറെഡി അൺസോൾട്ടഡ് ബട്ടറിൽ സോട്ട് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ഫില്ലിംഗ് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ഫില്ലിംഗ് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യണം, അതിനുവേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് കുറച്ച് ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ടുള്ളൂ. സോ ഉള്ളിലും പുറത്തും നമ്മൾ ഫില്ലിങ്സ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചൂടാക്കുക. അതിനകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്പൈസസ് ആഡ് ചെയ്യുന്നു. അതിൽ നമ്മൾ ഏലക്ക, പട്ട, ഗ്രാമ്പൂ ആണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുക. അതിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചായപ്പൊടി, അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിക്കോട്ടെ, ചായപ്പൊടി ഇടുന്നു. നമ്മളിങ്ങനെ പേടിച്ചിട്ട് കുറച്ചധികം ചായപ്പൊടി എടുത്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തതാണ്. അതിന് നന്നായിട്ടൊന്ന് ബോയിലായി വരട്ടെ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അളവ് റെഡ്യൂസായി വരണം. അതിനുശേഷം നമ്മളത് സ്ട്രെയിൻ ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒരു 1/4 ഭാഗം ഒഴിക്കുക. എന്നിട്ട് ഇത് 2 ഗ്ലാസ്സാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിച്ചു. അതിനുശേഷം നമ്മൾ ഗുഡ് ലൈഫിൻ്റെ മിൽക്കിൻ്റെ ചെറിയൊരു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഡയറക്റ്റ്ലി ഒഴിച്ചത് ഓൾറെഡി പാസ്ചറൈസ്ഡ് മിൽക്ക് ആയതാണ്, നമ്മൾ ഡയറക്റ്റ്ലി അത് ഒഴിച്ചു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കടുപ്പം ഒന്നുകൂടി കൂട്ടാം കേട്ടോ. നമ്മൾ വീണ്ടും കടുപ്പം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബൺ മസ്ക ആൻഡ് ഇറാനി ടീ റെഡി. സോ ഓണസ്റ്റ്ലി ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആക്ച്വലി ക്രീം ബൺ അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്ത ആളാണ്, ബട്ട് ഇത് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഡിപ്പ് ചെയ്ത് കഴിച്ചപ്പോഴും പ്രെറ്റി ഗുഡ്. സോ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുക. ദിസ് ഈസ് അവർ വേർഷൻ. നിങ്ങളുടേതായ രീതിയിൽ ചെയ്തിട്ട് കമൻറ്റ് ഇടും. ഓക്കെ, താങ്ക് യു.